അജയൻ മാഷ്, നമ്മുടെ AV അജയൻ എനിക്കറിയാം. അതെ അതെ. സെക്രട്ടറി ആ മാഷൊക്കെ എൻ്റെ അജയ് മാഷ് എൻ്റെ അച്ഛൻ്റെ ശിഷ്യൻ കൂടിയാണ് കേട്ടോ. അതല്ലേ മാഷൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ യാത്രകളിൽ ഭയങ്കരമായ ഊർജ്ജമായിട്ട് ഇന്നും എൻ്റെന്ന് പറയാൻ പറ്റില്ല, എൻ്റേത് കഴിഞ്ഞതിന് ശേഷം ഇന്നും ഇവളുടേതും ഞങ്ങളുടേതും ഒക്കെ ജീവിതത്തിൽ ഇന്നും ഊർജ്ജം നൽകിക്കൊണ്ടിരിക്കും. അജയ് മാഷും ഈ പറഞ്ഞ നമ്മൾ വലിയ സ്കൂളിന്റെ പരിസരത്താണല്ലോ അവരുടെ തറവാടും കാര്യങ്ങളും മറ്റുള്ള അങ്ങനെ മാഷാണ് യഥാർത്ഥത്തില് ഈ മൾട്ടി ഏരിയയിൽ കളിച്ചിരുന്ന എന്നെ ഒരു സിംഗിൾ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യിച്ചു. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, കൈ പിടിക്കാനും കൈ പിടിച്ച് ഡീവിയേറ്റ് ചെയ്യാനും നല്ല മാർഗത്തിലൂടെ ഒരുപാട് പേരുണ്ടായത് കൊണ്ടാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം അങ്ങനെ മാർഗദർശികൾ ഉള്ളതാണ് നമ്മുടെയൊക്കെ ഭാഗ്യം. അപ്പോൾ ചോദിക്കട്ടെ, ഷൈനി എങ്ങനെയാണ് ഈ നൃത്തരംഗത്തേക്കും മറ്റൊക്കെ വരുന്നത്? ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെയാണോ കയറി വരുന്നത്? അങ്ങനെ ഒരു അമ്മ പ്രൊമോട്ട് ചെയ്യാനായിട്ട്, ചേർത്ത് പിടിക്കാനായിട്ട്? എനിക്ക് അതിനിടയിലേ അമ്മ പാടുമെങ്കിലും അമ്മ അച്ഛൻ ഫുൾ സപ്പോർട്ടാണ്. അപ്പൊ അച്ഛനെ കൊണ്ട് വരുമാന മാർഗം സോഴ്സ് ഒരാളല്ലോ, അത് അച്ഛനെ കൊണ്ട് കൃത്യമായിട്ട് അത് ചെയ്യിച്ച് അത് ഇന്നതുപോലെ ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ഒതുങ്ങിയ ജീവിത രീതിയാണെങ്കിലും സംതൃപ്തമായ ജീവിതമായിരുന്നു അത് അന്ന് തന്നെ ഇന്നും. അതാണ് നമുക്കിപ്പോൾ അന്ന് നമ്മളിപ്പോൾ ഇന്നത്തെ പോലെ ഗ്രിൽ ചിക്കൻ വേണമെന്നോ അങ്ങനെ മറ്റുള്ള രീതിയിലേക്കൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മളെന്താണ്, നാടൻ കോഴിയാണെന്ന് ആരെങ്കിലും ഒരു ഗസ്റ്റ് വരുമ്പോഴാണ് നമുക്ക് നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫുഡ്. അന്ന് കോഴിയുടെ പിറകെ ഓടണം. അതെ അതെ, പിന്നെ അപ്പം അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ട് പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. തീർച്ചയായും അത് അങ്ങനെയായിരുന്നു. പിന്നീട് അപ്പോൾ എന്താ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഞാൻ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. ഷൈനിയുടെ കാര്യങ്ങൾ എങ്ങനെ തുടങ്ങി? അങ്ങനെ കലാപരമായിട്ട് കഴിവുള്ള ആൾക്കാർ ആരുമില്ല. അച്ഛനും എവിടെയെങ്കിലും ഒന്നും ഉണ്ടാവും. നല്ല താല്പര്യമാണ്. ആ താല്പര്യം എന്ന് പറഞ്ഞ കലയാണ്. അച്ഛൻ പണ്ട് മറ്റേ നാടകം അങ്ങനെയൊക്കെ കലാസാഹിത്യ അങ്ങനെ ബന്ധപ്പെട്ട അച്ഛനും നാട്ടിലെ അച്ഛന്റെ കുട്ടികൾ. ഷൈനിയുടെ വീട് സ്വന്തം വീട് പരിയാരത്താണ് അല്ലേ? പരിയാരം പഞ്ചായത്താണ്. അപ്പൊ അങ്ങനെ അച്ഛന്റെ ഒരു താല്പര്യത്തിലാണ് എന്നെ ഡാൻസിന് അച്ഛൻ കൊണ്ടുപോയി ചേർക്കുന്നത്. എത്ര വയസ്സിലായിരുന്നു? ഞാൻ അന്നേരം 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. 1ാം ക്ലാസ്. എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വീടുകളിലുള്ള പെൺമക്കളെ എല്ലാവരെയും ഈ പറയുന്ന ഡാൻസിന് ചേർക്കുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് കുറച്ച് കുറവാണ്. ഇന്നാണ് അങ്ങനെ വരുന്നത്. ആ സമയത്ത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് 67, 70 കാലം. ഇപ്പൊ എന്റെയൊക്കെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ 65, പിന്നെ 70, 75 കാലഘട്ടങ്ങളിലൊക്കെ എല്ലാവരെയും കൊണ്ടുപോയിട്ട് അത് പറയുന്നത് എന്താണെന്നറിയോ, ഈ കുട്ടികൾക്ക് നല്ല ശീലം വരും, ക്ഷമാശീലം വരും, അതുപോലെ തന്നെ ബോഡി ഷേപ്പ് ആയാലും നല്ല എക്സസൈസും കാര്യമൊക്കെയാണ് എന്നുള്ളതുകൊണ്ട് നിർബന്ധമായും പറ്റുന്നവർ കൊണ്ടുപോയി ചേർത്ത് പഠിപ്പിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ നമ്മൾ സിനിമയിലെ പാട്ടൊക്കെ വെച്ചിട്ട് വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ചെയ്യായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടിട്ടായിരിക്കും അച്ഛൻ എന്നെ കൊണ്ടുപോയി ചേർത്തിട്ടുണ്ടാവും. എന്നെ ഇടലാസിയിലാണ് ചേർത്തത്. പിലാത്തറ കലാമണ്ഡലം ലത ടീച്ചറുടെ അണ്ടറിലാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ ഡിപ്ലോമ ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ എഡ്യൂക്കേഷൻ വൈസ് ഞാൻ ശരിക്കും BSc BEd ആണ് പഠിച്ചത്. ഏത് വിഷയത്തിലായിരുന്നു BEd? ഫിസിക്സ് ആണ്. ഫിസിക്സ്. എവിടെ നിന്ന് ചെയ്തു? ഞാൻ BEd ചെയ്തത് JB's കോളേജ് കുറ്റൂര്. ഓക്കെ. അപ്പൊ ആ സമയത്താണ് കല്യാണാലോചന വരുന്നത് രതീഷേട്ടന്റെ. അങ്ങനെ വന്നിട്ടാണ് കണ്ടത് അല്ലേ? അതെ അതെ. അല്ലാണ്ട് അതിന് മുന്നേ കണ്ടിട്ടൊന്നുമില്ല. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ചാനലിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് എനിക്കങ്ങനെ പരിചയമൊന്നുമില്ല. പേഴ്സണലി എനിക്ക് അടുപ്പമില്ല. ഒത്തിരി പേര് ഞങ്ങളുടെ കല്യാണാലോചന വന്ന വേണ്ട തർക്കൂല എന്നിട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ എൻ്റെ മെയിൻ ഫീൽഡ് ടീച്ചിങ് എന്നുള്ളൊരു, ഡാൻസിനെ ഞാൻ അങ്ങനെ ഒരു പ്രൊഫഷണൽ വൈസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ വേണം എന്ന് നിർബന്ധം. കലാകാരൻ തന്നെ ആയിരിക്കണം എന്ന് എനിക്ക് വീട്ടിൽ അങ്ങനെ ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. അല്ല, അത് ഒട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. അങ്ങനെ ഒരു ആലോചന വീട്ടില് അവര് സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. പിന്നെ അങ്ങനെ നിർബന്ധം പിടിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത്. അല്ലാതെ അയ്യോ അങ്ങനെ നടക്കാൻ പറ്റില്ല, അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് നോ പറയുന്ന ഒരാളാവരുത്. കാരണം എപ്പോഴും അങ്ങോളം ഡാൻസ് കൂടെ കൊണ്ടുപോകണം. മെയിൻ അല്ല എങ്കിലും കൂടെ ഡാൻസ് കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹം
അതിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ അച്ഛനമ്മമാർക്ക് വലിയൊരു ടെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അവർക്കും പറയാൻ പറ്റില്ലല്ലോ ഈ വരുന്ന മനുഷ്യൻ എങ്ങനെയുള്ള ആളാണെന്ന്. ഇത് പറഞ്ഞില്ലല്ലോ. ഇല്ല, അച്ഛനമ്മയോട് അവരുടെ ഡിമാൻഡ് ഒന്നും പറഞ്ഞു. ഡിമാൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ ആയിരിക്കണം എന്നൊരാഗ്രഹം. ഫീൽഡിലുള്ള ആളാണെങ്കിലും ഇതിനെ കൂടെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെനക്ക് കൊണ്ടു തന്നത് അല്ല, അത് ചില നിയോഗങ്ങളാണ്. അതാണ് അല്ലെ, അതില് ചില കാര്യങ്ങൾക്ക് അങ്ങനെയാണ്. നമ്മൾ ഓൾറെഡി അതൊക്കെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇനി നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് അതിങ്ങനെ തന്നെ വേണം, ഇന്നാള് യോജിക്കണം എന്നുള്ളത്. അതെ അതെ. അപ്പോ ഈ പാട്ടുരംഗത്തേക്കൊന്നും അന്ന് പോയില്ലേ? അന്ന് ഡാൻസിലേക്ക് മാത്രമാണ്, പാട്ടും കൂടി അതിന്റെ ഒരു ഭാഗമാണല്ലോ. അല്ല, കഴിവ് അതിനകത്ത് ഇല്ല എന്ന് നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അല്ല, അത് അജയൻ മാഷെ പോലെ, ബാലകൃഷ്ണ മാഷെ പോലെ, നമ്മളെ രതീഷിന് കിട്ടിയ അങ്ങനെയുള്ള ഒരു ഗുരുനാഥന്റെ അഭാവമായിരിക്കാം ഒരു പക്ഷേ ആ രീതിയിലേക്ക് ഒരു ശ്രദ്ധ അല്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്യണമെന്നൊരു തോന്നലില്ലാതെ പോയത്. ചിലപ്പോഴും പറയുമായിരുന്നു, നിങ്ങളുടെ ആ കഴിവുകളും കാര്യമൊക്കെ കേട്ട് കഴിയുമ്പോൾ തോന്നുന്നു ഒന്ന് പാട്ടുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കൂ, അതല്ലേ കഥാപ്രസംഗം. വേറൊരു കാര്യം, മറ്റു കലകളെ പോലെ അല്ല പാട്ട്. അത് ഇൻബോൺ ആയിട്ട് വേണം. അതില്ല. പാടാനുള്ള കഴിവ് പക്ഷെ ഞാൻ എൻ്റെ ഒരു വിഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഒരു നൃത്തം ചെയ്യുമ്പോൾ നമ്മൾ ആ പാട്ടിൽ ഇങ്ങനെ സ്വയം അല്ലേ, അങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ ആ പാട്ട് എവിടെ ഉണ്ടാവണം? ആ പാട്ട് നിങ്ങളുടെ ഉണ്ടാവണം. അതിനുള്ളൊരു വോയിസ് കൂടി നമുക്ക് വേണ്ടേ? യഥാർത്ഥത്തില് ഷൈനി പാടാത്തതും കൃത്യമായി ഞാൻ ക്രിട്ടിസൈസ് ചെയ്യും. എല്ലാം ഉള്ളിലുണ്ട്. പക്ഷെ എന്താണ് നിങ്ങളുടെ സ്വരത്തെ നിങ്ങൾ തന്നെ അതെനിക്ക് പറ്റിയതല്ല തോന്നുന്നു, പറ്റില്ല തോന്നുന്നു തോന്നല്. അത് ഞാന് ഈ ഷൈനി പറഞ്ഞല്ലോ, ഇന്ന പോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ വേണം. എന്റെ മനസ്സിലും അതുപോലെ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അത്യാവശ്യം അപ്പോൾ ആ സമയത്ത് ഫീൽഡിലുണ്ട്. ആ സമയത്ത് 2007 ഞാൻ അമൃത ടിവിയുടെ സൂപ്പർ സ്റ്റാർ റിയാലിറ്റി ഷോയിൽ, കേരളത്തിലെ ആദ്യ കാലഘട്ടങ്ങളിൽ റിയാലിറ്റി ഷോ ഫൈനലിസ്റ്റ് ആയിരുന്നു ഞാൻ. അപ്പൊ അന്ന് അന്നത്തെ റിയാലിറ്റി ഷോയുടെ ഫൈനലിസ്റ്റ്, നമ്മൾ റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഒരുപാട് മനസ്സിൽ നമ്മൾ ഒരു ഇടം നേടുക. കാരണം അന്ന് കണ്ടമാനം റിയാലിറ്റി ഷോസ് ഇല്ല, ചുരുക്കമേ ഉള്ളൂ. ഇതിനേക്കാൾ ഏറെ ഇന്നത്തെ അത്ര സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഒരുപക്ഷെ ഇത്രയും ഫെമിലിയർ ആവാതെ പോയത്. പക്ഷെ എന്നാൽ പോലും അന്നത്തെ കാലഘട്ടത്തിൽ നല്ല ഫെമിലിയർ ആയിരുന്നു, അത്യാവശ്യം ഫാൻസും ഒക്കെ ഉള്ള ഒരു കാലഘട്ടം. അപ്പോൾ ആ സമയങ്ങളിൽ വീട്ടിലൊക്കെ അമ്മേനോടൊക്കെ ഒരുപാട് ഇൻഡയറക്റ്റ് കല്യാണ ആലോചനകൾ ഇങ്ങോട്ട് വന്നിരുന്ന കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് പോലും ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നത്, ഒരിക്കലും ഒരു ആരാധന ഉള്ളൊരു പെണ്ണ് എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര ആരാധന എന്ന ലെവലിലേക്ക്, ആരാധന വേറെയാണ്, ജീവിതം വേറെയാണ്. ആരാധന ഒരു മാസം കൊണ്ട് കഴിഞ്ഞാൽ തീരും. പിന്നെയാണ് നമ്മള് ഈ പുറമേന്ന് കാണുന്ന അല്ലല്ലോ സ്വഭാവം. ഈ ചിലപ്പോ എന്റെ യഥാർത്ഥ സ്വഭാവവും എന്റെ പൊട്ടയും നല്ലതും ഒക്കെ ഇയാൾക്കെല്ലാം അറിയുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന ഒരാളായിരിക്കും. ആരാധന ഇങ്ങനെ ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ വിചാരിച്ചത് എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ. അപ്പൊ പിന്നെ ഒരു കാര്യം, ആരാധന എന്നുള്ള സ്ഥാനത്തിൽ എന്നെ കല്യാണം ഒരാൾ വേണ്ട. രണ്ടാമത് ഞാൻ പറഞ്ഞൊരു കാര്യം, പാട്ട് പാടണ്ട, പാട്ട് പാടുന്ന ആള് വേണ്ട, പാട്ടുകാരി വേണ്ട. കല്യാണത്തിൽ ഒരിക്കലും എന്റെ ലൈഫ് പാർട്ട്ണർ സംഗീതത്തിലെ ഉള്ള ഞാനുണ്ട് പാടാൻ. രണ്ടുപേരും ഒരേ ഫീൽഡിൽ വരുമ്പോ ഭയങ്കര ചാൻസ് ആ ജഗടയ്ക്ക്. ഞാൻ എന്റെ ഡാൻസ് കണ്ട നാട്ടുകാർക്കൊക്കെ അറിയാം, എന്റെ ഡാൻസ് എന്നോട് പറയും ചെയ്യരുത്, എന്താളെന്നോട് പറയരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡാൻസ് എന്റെ ശരീരത്തിലില്ല. ഞാൻ പട്ടുപോയി. ഇവളെ അച്ഛ വേണ്ട എന്ന് പറയും. ഞാൻ ഒരു സ്റ്റെപ്പ് ഇട്ടാൽ എനിക്ക് അറിയാവുന്ന 2-3 സ്റ്റെപ്പ് ഉണ്ട് ഇത്രയും കാലമായിട്ട്. അതേ എനിക്ക് അറിഞ്ഞുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് അറിഞ്ഞുകൂടാ. എന്റെ ശരീരം. പക്ഷെ അത് നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ അജയ് മാഷ് പറഞ്ഞു കൊടുത്തു, രതീഷ് നീ ചെയ്യേണ്ടത് ഇതാണ്, ഈ ഒന്നിലേക്കാണ്. അല്ല, എന്റെ ബോഡി അതിന് വഴങ്ങൂലെന്ന് ഓരോരുത്തരുടെ. അല്ല, അതുകൊണ്ട് എനിക്ക് ഡാൻസിനോട് ഇഷ്ടമാണ്, എന്നെ കൊണ്ട് പറ്റൂല. എനിക്ക് ഭയങ്കര ബഹുമാനമാണ് ഡാൻസേഴ്സിനോട്. അപ്പൊ ഇവള് ഒരു ബഹുമാനം തിരിച്ചിങ്ങോട്ടും ഒരു പാട്ട് പഠനമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഒരു അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ എപ്പോഴും പറയും, ഷൈനി പാടൂല, ഞാൻ ആടൂല. അങ്ങനെ ആട്ടവും പാട്ടവും പരസ്പരം ഇങ്ങനെ ബഹുമാനിച്ചുകൊണ്ടും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ പോകുന്നു. നമുക്കൊരു മോളുടെ ഒരു പാട്ട് കേട്ടാലോ? തീർച്ചയായും. മോളോട് പാടുന്നതിന് മുമ്പേ ഏതെങ്കിലും അവളോട് പറ, ഇന്ന് ഫുള്ള് നമ്മളായിപ്പോയി.
അല്ല, അത് തീർച്ചയായും അത് വരേണ്ടതുണ്ട്. ഒരു 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 പാട്ട്, ഒരു പല്ലവി പാടിയിട്ട്, പല്ലവിക്കുട്ടി ഒരു പല്ലവി പാടിയിട്ടാവട്ടെ. ഓക്കെ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. അച്ഛൻ്റെ അമ്മേൻ്റെയും ഈ ലാത്തിയുടെയൊക്കെ കേട്ടിട്ട് മോക്ക് എന്ത് തോന്നുന്നു? ഇത് ഞാൻ എപ്പോഴും കേൾക്കാറുള്ളതാണ്. അപ്പൊ എപ്പോഴും കേൾക്കാം. ലാത്തിയടിയാണോ? ലാത്തിയടിയല്ല, സത്യമാണ്. സത്യമാണ് ലാത്തിയടിയാണ് എന്ന്. അല്ല, ലാത്തിയടിയല്ല, പറഞ്ഞത് സത്യമാണ്. അല്ല, യഥാർത്ഥത്തിൽ അജിത്തേട്ടൻ അങ്ങനെ ഒരു ഫ്രീ ആയി ചോദിച്ചത് കൊണ്ടും അജിത്തേട്ടന്റെ ചോദ്യവും ഇടപെടലും അങ്ങനെ ആയതുകൊണ്ടാണ് ഒരുപക്ഷെ. അല്ല, തീർച്ചയായും എനിക്ക് ഇപ്പൊ ഒരുപക്ഷെ പ്രേക്ഷകർ വിചാരിക്കും, പക്ഷെ ഇത് ക്യാമറയാണെന്നോ ഇതൊന്നും അറിയാതെ സംസാരിച്ചു പോവാണ്. അത് നമ്മളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേ ഇല്ലല്ലോ. ഞാനിപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഞാനിപ്പം ബേസിക്കലി ഒരു ചെറുകഥ കൃത്യം എന്നുള്ള രീതിയിലും കൂടെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി നോക്കി ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ ആദ്യമല്ല ഒരു ചിരി എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു കഥ പറഞ്ഞിട്ടുണ്ട്. അതിൽ മറ്റൊന്നുമില്ല. ആ ചിരി എന്ന് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്തെങ്കിലും കോമഡിയാണോ എന്നുള്ളത്. എന്നാൽ ഇതൊന്നുമല്ല സംഭവം. ഒരു മനുഷ്യൻ രാവിലെ അങ്ങോട്ടേക്ക് നടക്കുകയാണ്, അയാൾ നടക്കാൻ പോവാണ്. പക്ഷേ ഇയാളെ നോക്കിയിട്ട് ആരും ചിരിക്കുന്നില്ല, ഒരു അക്ഷരം മിണ്ടുന്നുമില്ല. ഇയാൾ ഇങ്ങനെ എന്നിട്ട് ആലോചിക്കും, ഇതെന്താണ് ആരും എന്നോടൊന്നും ചിരിക്കാത്ത, ഒന്നും മിണ്ടുന്നും കൂടി ഇല്ലല്ലോ. അപ്പോൾ ഒരു 6 മുള കണ്ണാടി വെക്കുന്ന ഒരു ചെറുക്കൻ പോയിട്ട്, സാറേ കണ്ണാടി വേണ്ടേന്ന് പറഞ്ഞിട്ട് കണ്ണാടി കൊടുക്കാണ്. സാർ ഇതിലൊന്ന് നോക്ക്, എന്നിട്ട് വാങ്ങിച്ചാൽ മതി. ഈ കണ്ണാടി വാങ്ങിച്ച് നോക്കുമ്പോൾ ഇയാളുടെ മുഖത്ത് ഭയങ്കര ഇങ്ങനെ ശൂരതയോട് കൂടിയിട്ട് ഇയാൾ നോക്കുന്നത്. ഇയാളുടെ മുഖത്തും ചിരിയില്ല. അപ്പോൾ ഇയാൾ ചിരിച്ചാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, മറ്റുള്ളവർ ഇങ്ങോട്ട് ചിരിക്കുള്ളൂ. ആ ഒരു ബന്ധം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ എന്നും പറഞ്ഞാൽ, ഇപ്പം ഞാൻ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ രാവിലെ അങ്ങോട്ട് പോകുമ്പോൾ എന്നും ഞാൻ ജോലിക്ക് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ മുന്നേ ഞാൻ എന്നും എത്തും. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ അവിടുന്ന് പ്രൊഫസർമാരും മറ്റൊക്കെ വരുമ്പോൾ, സർ ഗുഡ് മോർണിംഗ്, ഹൗ യു എന്ന് പറയുമ്പോൾ അജിത്തിൻ്റെ ഒരു ഗുഡ് മോർണിംഗ് കേട്ടാൽ മതി, ഇനി ക്യാൻറ്റീനിലേക്ക് പോകണ്ടെന്ന് പറയും. സന്തോഷം. അപ്പോൾ നമ്മൾ ആ രീതിയിലുള്ള ഒരു ഇടപഴകലാണ് നമുക്ക് എപ്പോഴും എന്ന് പറഞ്ഞാൽ. നമ്മളൊരു ഒഫീഷ്യലായിട്ട് എന്താ പറയുക, ഫോർമലായിട്ട് അങ്ങനത്തെ ഒന്നും അവിടെ വരുന്നില്ലല്ലോ. കൂടുതലും നമ്മൾ കാഷ്വലായിട്ട് തന്നെയാണ് പോകുന്നത്. മോളെ എങ്ങനെയുണ്ട് അച്ഛൻ്റെ സപ്പോർട്ട്, അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ടൊക്കെ? ഇവരെ വളരെ നല്ല സപ്പോർട്ടാണ് എനിക്ക്. എല്ലാത്തിലും, പാട്ടിനായാലും ഡാൻസിനായാലും എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ് അച്ഛനും. ഇപ്പം അച്ഛൻ പാട്ടുകാരനാണ്, അമ്മ നർത്തകിയാണ്. അപ്പോൾ മോളിപ്പം ഈ പറയുന്ന 2 തവണയിലും കാല് വെച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരു ഭാഗത്ത് പാട്ടുമുണ്ട്, മറുഭാഗത്ത് ഡാൻസുമുണ്ട്. മോൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സോൺ ഇതിലേതാണ്? എനിക്ക് രണ്ടും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്, കുറച്ചും കൂടി കംഫർട്ടബിൾ പാട്ടാണ്. അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഈ പറഞ്ഞ അത് അവള് തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. ആസ് എ പാരന്റ്സ് എന്ന രീതിയിൽ ഞങ്ങൾ ഒരിക്കലും കമ്പൽ ചെയ്യില്ല. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. മനസ്സും ശരീരവും ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത്. ഇപ്പം ശരീരം കൊണ്ട് ചെയ്യുന്നതാണ് ഡാൻസ്. അതിൽ മനസ്സ് വന്നില്ല എങ്കിൽ കിട്ടൂലല്ലോ. അതാണ് യഥോ ഹസ്ത തതോ ദൃഷ്ടിർ, യഥോ ദൃഷ്ടിർ തതോ മനഃ, യഥോ മനഃസ്തതോ ഭാവ, യഥോ ഭാവസ്തതോ രസാണ്. യഥോ ഹസ്ത, എവിടെ കൈയെത്തുന്നുവോ അവിടെ കണ്ണെത്തണം, എവിടെ കണ്ണെത്തുന്നുവോ അവിടെ മനസ്സെത്തണം, അവിടെ എവിടെ മനസ്സെത്തുവോ അപ്പോഴാണ് രസ എന്ന് പറയുന്നത്. അപ്പോഴാണ് രസം എന്ന് പറയുന്ന ഫീൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു നർത്തകൻ, ഒരു നർത്തകി അത് ആ ലെവലിൽ ചെയ്തില്ല എങ്കിൽ കാഴ്ചക്കാരൻ ഒരിക്കലും അത് ഫീൽ ചെയ്യും. ഈ കലാമണ്ഡലത്തിൽ മോഹൻലാൽ ആ സിനിമയിൽ പറഞ്ഞു കൊടുക്കുന്ന ഇതാണ്, മോനിഷക്ക് പറഞ്ഞു കൊടുക്കുന്ന. സംഗീതത്തിലും അത് തന്നെയാണ്. ഇപ്പൊ നമ്മളൊരു പാട്ട്, ഇപ്പൊ ഒരു പാട്ട് 10 പേര് പാടിയാൽ 10 തരത്തിൽ. എന്തുകൊണ്ടാ? അതാണ് ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞ സാധനം. ഓരോരുത്തരുടെ ആ പാട്ടിനോടുള്ള എൻ്റെ കാഴ്ചപ്പാട്. ഒരു വരി തന്നെ ഇപ്പൊ തന്നെ പല്ലവി, താനേ തിരിഞ്ഞും മറിഞ്ഞും എന്നുള്ളത്, താനേ തിരിഞ്ഞും മറിഞ്ഞും എന്ന് പാടുന്നതും
ആ സുഖം നമുക്ക് ആദ്യത്തെ തന്നെ അതാണ്. അത് ഇവർ പ്രത്യേകിച്ച് ഇവർ എന്താണ് ഈ ഇങ്ങനെയുള്ള ഈ കോമ്പറ്റീഷനൊക്കെ നടത്തുമ്പോൾ അവർ പറയുന്നുണ്ടല്ലോ, ആ സാധനം ഉണ്ടല്ലോ, ആ മോൾ ആ എടുത്ത് അതൊന്ന് ഉരുട്ടിയെടുത്ത് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അല്ലേ? അതാണ് അത് ഇൻബോണേജ്, അത് നല്ല ഒരു ഇതിൽ വരുന്നതാണ്. നമ്മൾ ആവിർഭവം എന്ന് പറഞ്ഞ പാട്ടുകാരനല്ലേ, ആ കുഞ്ഞൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻബോൺ ടാലന്റ് ഉണ്ട് അവര് അല്ലേ. അതൊക്കെ ഈ പറയുന്ന രീതിയിൽ അങ്ങോട്ട് പ്രയോഗിക്കുകയാണ്. അതുപോലെ മോൾക്കെന്ന് പറഞ്ഞാൽ ആ കേൾക്കുവാൻ എന്ന് പറഞ്ഞാൽ അതാണ് സംഗീതം എന്ന് അറിഞ്ഞുകൊണ്ട് അതിലേക്ക് അങ്ങ് വരുമ്പോൾ അതിൻ്റെ സുഖമൊന്ന് വേറെ മോളെ. ആ പല്ലവിയെ സംബന്ധിച്ചത് രണ്ടിനും സാധ്യതകളുണ്ട്, രണ്ടിനും ബേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിൽ ഇപ്പൊ 12 വയസ്സായി, ഒരു 15-16 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും സ്വന്തമായിട്ട് ഏതാണ് എൻ്റെ പാത എന്ന് തിരിച്ചറിയാൻ പറ്റും. അവളുടെ ഇഷ്ടം വരും, ആ ഇഷ്ടത്തിനനുസരിച്ച് ഏതിലാണോ താല്പര്യപ്പെടുന്നത് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫുൾ ഫാസ്റ്റായി ഏറ്റവും നന്നായിട്ട് പഠിക്കുക, അതിനെ മാക്സിമം പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. എല്ലാവർക്കും ഞാൻ കൊടുക്കുന്ന ഒരു അഡ്വൈസ്, നമ്മൾ എന്ത് കാര്യമാണ് ചെയ്യുന്നത് അതിൽ 101% ഇൻവോൾവ് ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് നമുക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാവുക. ഇപ്പം മക്കൾക്ക് കൊടുക്കാൻ പഠിക്കുന്ന കാര്യത്തിൽ പറയണം, മോളെ ജസ്റ്റ് പരീക്ഷ പാസ്സാവാനല്ല മോളെ പഠിക്കേണ്ടത്, അതിന് പഠിക്കേണ്ട. മോളെ എന്ത് ചെയ്യണം, അതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ അതങ്ങ് മനസ്സിലാക്കി വെച്ചാട്ടെ. അപ്പോൾ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിന് പഠിക്കാനായിട്ട് നമ്മൾ മെനക്കെടേണ്ട ആവശ്യമില്ല, ഇറ്റ്സ് ഓൾറെഡി ദെയർ. മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും പറ്റും. അങ്ങനെയാണ്. മോളുടെ നൃത്തഗുരു അമ്മ തന്നെയാണോ? അവൻ എത്രാം വയസ്സിൽ മോള് ഡാൻസ് കളിക്കാൻ തുടങ്ങി, ഓർമ്മയുണ്ടോ? ഞാൻ ഡാൻസ് നേരത്തെ തുടങ്ങിയിരുന്നു, ഒരു 3 വയസ്സ് അപ്പോൾ തുടങ്ങി. പക്ഷേ ക്ലിയർ ആയിട്ട് നല്ല ബേസിൽ തുടങ്ങിയത് 1-ാം ക്ലാസ്സിൽ. അപ്പോഴാണല്ലോ നമുക്ക് എല്ലാം മനസ്സിലാവുന്നത്. ഈ 3-ാം വയസ്സിൽ പറയുമ്പോൾ കൂടെ കളിക്കുന്നതല്ലാതെ അത്ര നമ്മളിപ്പോഴും പല കൊച്ചുങ്ങളെ ഇങ്ങനെ കാണുന്നുണ്ട്. 1-ാം ക്ലാസ് മുതലാണ് ഞാൻ പ്രോപ്പറായിട്ട് ഡാൻസും പാട്ടും പഠിക്കുന്നത്. പാട്ടും ആ സമയത്ത് തന്നെയാണ് പഠിച്ചു തുടങ്ങുന്നത്. ചെറുതിലൊക്കെ അച്ഛൻ പാടുന്ന പാട്ട് കേട്ടിട്ടൊക്കെ മോള് പാടുന്ന? എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പാടൊക്കെ ആയിരുന്നു. എങ്കിലും അച്ഛൻ പറയാറ് ഒരു ചെറുപ്പത്തിൽ നമുക്ക് വായിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ബുക്കൊക്കെ തരുന്ന സമയത്ത് ഫസ്റ്റത്തെ സരിഗമ പാടാൻ പറ്റും, ബാക്കിയുള്ള വരിശകളും മറ്റ് ഇതൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ അത് ഹാർഡായിരിക്കും. അപ്പോൾ അച്ഛൻ പറയാറ് ഒരു വയസ്സുണ്ട്, ഒരു 1-ാം ക്ലാസ് മുതൽ നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞിട്ട് 1-ാം ക്ലാസ്സിൽ നിന്നാണ് ഞാൻ പ്രോപ്പറായിട്ട് പാട്ടിലേക്കും ഡാൻസിലും കിടക്കുന്നത്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം മോള് ഗർഭാവസ്ഥയിൽ ഇങ്ങനെ ഉള്ള സമയത്ത് സാധാരണ നമ്മളിപ്പോൾ അഭിമന്യുവിനെ കൊണ്ടൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ സമയത്ത് പിന്നെ രതീഷ് വന്നിങ്ങനെ പാട്ടൊക്കെ പാടി അങ്ങനെ ഒരു രസിപ്പിക്കുന്ന ആ ഒരു ദിവസങ്ങൾ, അങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു വരുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഇൻബോണായിട്ട് അങ്ങനെ ഒരു ടാലന്റ് വരാനുള്ളതിൻ്റെ ഒരു ഇതാണ് ഞാൻ ചോദിച്ചു വരുന്നത്. അങ്ങനെയും കൂടെ സാധ്യത. എല്ലാവരും ഞങ്ങൾ ഈ കല്യാണം കഴിച്ചിട്ട് എല്ലാവരും പറയും, ഷൈനിക്ക് നല്ല പാട്ട്, പാട്ടെല്ലാം കേട്ടോ പറയില്ലേ, നിനക്കെന്ത് ഭാഗ്യാണ്. നമ്മൾ കണ്ണൂർ ഭാഷ എന്ത് ഭാഗ്യാണ്, ദിവസം എന്ത് രാത്രി എത്ര പാട്ടും പാടിത്തരില്ലേ എന്ന് പറയുന്നൊരു ചിന്ത എല്ലാ പള്ളിയിലെ കാര്യം അള്ളാഹുവിനെ അറിയുന്നത് നമ്മളെ കാര്യം. കാരണം എന്താ കാര്യം എന്ന് വെച്ചാ നമ്മളെ സംബന്ധിച്ച് സംഗീതവും നൃത്തവും എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേകിച്ചൊരു സമയം എൻ്റെ ലൈഫിലില്ല, അങ്ങനെ ഒരു ആവശ്യമില്ല. അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്. അതാണ് എൻ്റെ കാര്യം. ഇപ്പൊ എന്ന് വെച്ചാല് ഷൈനി 2011 ഞങ്ങൾ കല്യാണം കഴിഞ്ഞത്. 2011 കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഷൈനി എൻ്റെ അടുത്ത് ഞാൻ അന്ന് ദുബായിൽ റേഡിയോ ഏഷ്യയിൽ മ്യൂസിക് പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യാം. 1-2 മാസം കഴിഞ്ഞപ്പോൾ ഷൈനി വന്ന് ജോയിൻ ചെയ്യുന്നതിന് പിറ്റേന്ന് മുതൽ ഷൈനിക്ക് ഡാൻസ് ക്ലാസ് ആണത്. എനിക്ക് ഓൾറെഡി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം 6 മണിക്ക് ഞാൻ വീട്ടിലെത്തിയാല് വില്ലയിലെത്തിയാല് എനിക്ക് 6:30 മുതൽ ക്ലാസ് ആണ്, ഓൾറെഡി മ്യൂസിക് ക്ലാസ് ആണ്. രാത്രി 10 മണി വരെ ഞാൻ ക്ലാസ് ആണ്. അതേ ഷെഡ്യൂളാണ് ഷൈനി വന്ന് വീഴണത്. ഞാൻ ഒരു റൂമിൽ നിന്ന് ക്ലാസ് എടുക്കുന്നു, തൊട്ടപ്പുറത്തെ റൂമിൽ നിന്ന് ഷൈനി ഡാൻസ് ക്ലാസ് എടുക്കുന്നു. അപ്പൊ ഈ വീട്ടിൽ 10 മണി വരെ ഡാൻസ് ക്ലാസ്സും മ്യൂസിക് ക്ലാസ്സുമാണ്. പാരന്റ്സ് പുറത്തുണ്ടാവും, വെയിറ്റ് ചെയ്യും. ഈ 10-10:30 ശേഷം ഞങ്ങൾ ചിലപ്പോൾ പുറത്തിറങ്ങുക. രാവിലെ ഞാൻ എസെൻഷ്യൽ ഡ്യൂട്ടിക്ക് പോകുന്നു. അതെല്ലാം കഴിഞ്ഞു ഷൈനി ഈ പറഞ്ഞ പോലെ പ്രഗ്നന്റ് ആവുന്ന സമയത്തും ഇതേ ആംബിയൻസിലാണ് ഷൈനി ഉള്ളത്. എനിക്ക് തോന്നുന്നു ഷൈനി അന്ന് 7-ാം മാസം 7th മന്തിൽ കഴിഞ്ഞ പിന്നെ ഫ്ലൈറ്റിൽ നമുക്ക് യാത്രയില്ലല്ലോ. അന്ന് ഷൈനി അവിടെ സ്കോളേഴ്സ് ഇന്ത്യൻ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അവിടെ B.Ed ആയതുകൊണ്ട് അവിടെ സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. അവിടെ തന്നെ ഷൈനി ഡാൻസും ചെയ്തു. ആ വർഷം
അവിടെ ആനുവൽ ഡേക്ക് ഒരു വെൽക്കം ഡാൻസ് സെറ്റ് ചെയ്തു. ഞാൻ കമ്പോസ് ചെയ്ത് ഞാൻ പാടിയ ഒരു പാട്ട്, കരുവള്ളൂർ മുരളിമാമൻ എഴുതിയ ഒരു പാട്ട്, അത് ഓൾറെഡി കമ്പോസ് ചെയ്തൊരു പാട്ട്, ഞാൻ പാടിയെന്ന് മാത്രമേ ഉള്ളൂ. സ്കൂളിന് വേണ്ടിയിട്ട് ലിറിക്ക് മാറ്റി എഴുതി, അങ്ങനെ ഒരു പാട്ട് എഴുതി, ഷൈനി കൊറിയോഗ്രാഫി ചെയ്തൊരു പാട്ട്. അപ്പൊ ആക്ച്വലി ഈ പീക്ക് സമയത്തൊക്കെ ഈ വയറും കൊണ്ട് ഈ കൊറിയോഗ്രാഫി പിള്ളേരെ പഠിപ്പിക്കലും സ്റ്റേജിലും ഒക്കെ ആയിരുന്നു. ഡാൻസും ലൈവായിരുന്നു. ഇവിടെ വന്നു ഇതിന് ശേഷം ഡെലിവറി സമയത്ത് വന്നതിന് ശേഷം, അത് കഴിഞ്ഞിട്ട് പല്ലവി ജനിച്ച് വളർന്നിട്ടും ജനിച്ച് 3 മാസം കഴിഞ്ഞപ്പോഴും തിരിച്ച് പല്ലവി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇതൊരു വീടാണെങ്കിൽ അവിടെ ഡാൻസ് ആണെങ്കിൽ ഇവിടെ മ്യൂസിക് ആണ്. ഇവള് കുറച്ചു നേരം എന്റെ മടിയിലായിരിക്കും, എന്റെ ക്ലാസ്സിൽ. അവിടുന്ന് ചിലപ്പോ ഉറങ്ങിയാണെങ്കിൽ ചിലപ്പോൾ ബെഡിൽ ഞങ്ങൾ കിടത്തും. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു ഇഷ്ടം പോലെ ക്ലോസ്ഡ് ഫാമിലി റിലേഷൻസ്, ഫ്രണ്ട്സ് വിദേശത്ത് അങ്ങനെയാണല്ലോ എല്ലാവരും. അവര് മോളെ ഇപ്പൊ എറണാകുളത്ത് ഞങ്ങളുടെ ഏറ്റവും വളരെ ക്ലോസ്ഡ് ആയ ഒരു ഫാമിലി ഇന്നും രമേശ് ചേട്ടൻ, സജിതേച്ചി, വൃന്ദ, അവിടെ മോള് ആൾറെഡി ഞങ്ങളുടെ സ്റ്റുഡന്റ് ആയിരുന്നു. മോളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. പക്ഷെ ഇന്ന് ഞങ്ങളുടെ ഏറ്റവും ക്ലോസ്ഡ്, ഇന്നും വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഇന്നും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നവരാണ്. അത്ര ബന്ധം. ശരിക്കും അവളെ വളർത്തിയത് ആ സമയത്തൊക്കെ ആ വലിയച്ഛന് വലിയമ്മയാണ്. ഇന്നും അവള് വിളിക്കുന്നത് അതേപോലെ തന്നെ, ഇവനും അതുപോലെ തന്നെ വിളിക്കുന്നത്. അവളുടെ ചേച്ചി വലിയച്ഛനും വലിയമ്മയും തന്നെയാണ്. അത്രയും സ്നേഹം എന്താണ്. അപ്പൊ അവള് വളരെ, അത് കഴിഞ്ഞ് കുറച്ച് മുട്ടിട്ട് നടക്കുന്ന സമയത്ത് എന്റെ പാട്ട് ക്ലാസ് കുറേ നേരം ഇരിക്കും, കുറേ നേരം എന്റെ മടിയിരിക്കും, പിള്ളേരെ മുഖത്തൊക്കെ നിൽക്കും, പാട്ടൊക്കെ പാടും. അവിടുന്ന് കുറച്ച് ഇവിടുന്ന് മതിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടുന്ന് മുട്ടിട്ട് നേരെ ആ ഡോർ അടക്കൂല, ഡോർ ലോക്ക് ചെയ്യില്ല. അവിടെ നല്ല ആ ഡോറ് തട്ടി ആടെ ഡാൻസ് ക്ലാസ്സിലിരിക്കും. പലരുടെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ഇങ്ങനെ പിച്ച വെച്ച് തുടങ്ങി ഡാൻസ് ചെയ്യുന്നത്, പാട്ട് പാടുന്നതൊക്കെ.